ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കൂടെ ഒരു പുഴയുടെ തീരത്തുകൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരുത്തൻ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നു. ഗുരു അയാളോട് ചോദിച്ചു, താങ്കൾ എന്താണ് ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ മീൻ പിടിക്കുകയാണ്. ഗുരു ചോദിച്ചു, എന്തിനാണ് മീൻ പിടിക്കുന്നത്? അയാൾ പറഞ്ഞു, എനിക്ക് മീൻ വലിയ ഇഷ്ടമാണ്. ഗുരു ശിഷ്യനെ ഒന്ന് നോക്കി. അവർ വീണ്ടും നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു മനുഷ്യൻ അയാളുടെ കയ്യിലുള്ള ഒരു പാക്കറ്റിൽ നിന്നും പൊരി വാരി പുഴയിലേക്ക് ഇടുകയാണ്. അപ്പോൾ ധാരാളം മീൻ പൊരി തിന്നാനായി അവിടെ എത്തി. ഗുരു ചോദിച്ചു, താങ്കൾ എന്താണ് ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ കുറച്ച് പൊരി മീനുകൾക്ക് നൽകുകയാണ്. ഗുരു ചോദിച്ചു, ഇത് നിങ്ങളുടെ മീനാണോ? അയാൾ പറഞ്ഞു, അല്ല. പിന്നെന്തിനാണ് നിങ്ങൾ അവയ്ക്ക് പൊരി നൽകുന്നത്? അയാൾ പറഞ്ഞു, എനിക്ക് മീൻ വലിയ ഇഷ്ടമാണ്. ഈ കഥയിൽ ചൂണ്ടയിടുന്ന ആളിനും പൊരി വാരി പുഴയിലിടുന്ന ആളിനും മീൻ വലിയ ഇഷ്ടമാണ്. ഒരാൾക്ക് ആ മീൻ തിന്നു തീർക്കുവാനാണ് ഇഷ്ടം, മറ്റേയാൾക്ക് ആ മീൻ സന്തോഷമായി ജീവിക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ ഇഷ്ടത്തിൻ്റെ രണ്ട് വ്യത്യസ്ത വശങ്ങളാണ് കാണുന്നത്. ഇത് നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കാണാവുന്നതാണ്. ഇഷ്ടപ്പെടുന്ന എന്തിനേയും സ്വന്തമാക്കുവാൻ ഇച്ഛിക്കുന്നവരാണ് അധികം ആളുകൾ. മാത്രമല്ല, അവർ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നശിപ്പിക്കുന്നതിനും മടിക്കില്ല എന്നും വരാം. ഇത് സ്വാർത്ഥതയാണ്. ഇഷ്ടം തോന്നുന്നതിനെയും നല്ലതിനെയും എല്ലാം സ്വന്തമാക്കണം എന്ന ചിന്ത എത്ര നികൃഷ്ടമാണ്. മാത്രമല്ല, ആ ചിന്തയുടെ അടിസ്ഥാനം നമ്മുടെ സ്വാർത്ഥഭാവമല്ലേ? ആകയാൽ നമ്മുടെ സ്നേഹം നല്ലവയെയും നാം ഇഷ്ടപ്പെടുന്നവയെയും സ്നേഹിക്കുന്നവരെയും സ്വതന്ത്രമായി ഈ ഭൂമിയിൽ വളരുവാൻ സഹായിക്കുന്നതാവണം. അതാണ് പൊരി വാരിയിട്ട് കൊടുത്ത മനുഷ്യനിൽ കാണുന്നത്. ഇന്ന് മറ്റുള്ളവയെയും സ്വന്തം വളർച്ചയ്ക്കായി വിനിയോഗിക്കുവാനല്ലേ നമുക്കിഷ്ടം? അതിനു പകരം അവയുടെ എല്ലാം വളർച്ചയ്ക്കായി നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുവാൻ കഴിയും എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും മറ്റുള്ളവരെയും ചൂഷണം ചെയ്യുന്ന സ്വഭാവം എല്ലാം സ്വന്തമാക്കണമെന്ന സ്വാർത്ഥഭാവത്തിൽ നിന്നുമാണ് ഉടലെടുക്കുന്നത്. ഈ സ്വാർത്ഥഭാവം നമുക്കും സമൂഹത്തിനും വലിയ ദോഷമാണ് ചെയ്യുന്നത്. അതിനാൽ സ്വാർത്ഥഭാവം വെടിഞ്ഞ് യഥാർത്ഥമായി മറ്റുള്ളവരുടെ നന്മ ലാക്കാക്കി അവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുമോ? ഇല്ലെങ്കിൽ അത് നമ്മുടെ ആളത്വത്തിൻ്റെ വൈകൃതമാണെന്ന് ഓർക്കണം. ഇഷ്ടം തോന്നുന്നവയെല്ലാം സ്വന്തമാക്കുവാൻ ശ്രമിക്കാതെ അവയെ നന്നായി വളരുവാൻ അനുവദിക്കുകയും അതിനായി വേണ്ടതെല്ലാം ചെയ്യുകയുമാണ് ആവശ്യം. മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനു വേണ്ടി ജീവിക്കുവാൻ കഴിയുമ്പോൾ നാം ജീവിതത്തിൻ്റെ ഉന്നതാവസ്ഥയിലേക്ക് വളരുകയാണ്. മറ്റുള്ളവയെ നമുക്കായി ഉപയോഗിക്കുക എന്നതിന് പകരം മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരും അവർ സന്തോഷമായി ജീവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരുമായി നാം ഒരു രൂപാന്തരപ്പെടണം എന്നാണ് ഇന്നത്തെ സന്ദേശത്തിലൂടെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് നാം ജീവിക്കുന്നവരായിത്തീരുന്നത്. അപ്പോൾ മാത്രമേ നാം യഥാർത്ഥ മനുഷ്യരാകുന്നുള്ളൂ. ഇപ്രകാരമുള്ള ശ്രേഷ്ഠ ജീവിതം നയിപ്പാൻ നമുക്കും ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ സ്വാർത്ഥതയെ പൂർണ്ണമായി വെടിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ഔദാര്യം നൽകുന്ന ഒരു നല്ല ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിന് ഉണർവും ഉന്മേഷവും പകരുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.